നമ്മളിപ്പോൾ BJP പ്രവർത്തകരുടെ വാദം കേട്ട് കഴിഞ്ഞു. ഇതിപ്പോൾ എന്നോടൊപ്പം ഉള്ളത് നഗരസഭയിലെ കൗൺസിലർ കൂടിയായിട്ടുള്ള ശ്രീ കൃഷ്ണേട്ടനാണ്. അദ്ദേഹം രാഹുലിനൊപ്പം ഉണ്ടായിരുന്നു. മറ്റൊരു വാർഡിൽ സന്ദർശനം നടത്തി നിങ്ങൾ ഇങ്ങോട്ട് വന്നതാണല്ലേ? സത്യത്തിൽ എന്താ സംഭവിച്ചു? ഇപ്പോൾ നമ്മൾ അറിഞ്ഞ കാര്യം അദ്ദേഹം ഈ പോളിംഗ് ബൂത്തിന് മുന്നിലെത്തി വോട്ട് ക്യാൻവാസ് ചെയ്തു എന്നുള്ളതാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? നമ്മുടെ സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടൻ ഞങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന പുറത്തുള്ള ബൂത്തിൽ വന്നിരുന്നു. അപ്പോൾ ശരി, നമുക്ക് പോളിംഗ് സ്റ്റേഷൻ ഒന്ന് സന്ദർശിക്കണം പറഞ്ഞു. പോളിംഗ് സ്റ്റേഷൻ അപ്പോൾ ഞാനും വരാം കൂടെ എന്ന് പറഞ്ഞ് 42 ബൂത്തിൽ ഈ VVPAT ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ വളരെ ഡിലേ ആയിട്ടാണ് സ്ലിപ്പ് വീഴുന്നത്. അതുമാതിരി തന്നെ 48 നമ്പർ ബൂത്തിൽ 300ഓളം പേർ ക്യൂ നിൽക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അവസ്ഥയും കൂടി ഒന്ന് അന്വേഷിക്കണം പറഞ്ഞിട്ട് തൊട്ട കൗൺസിലറും കൂടി പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ബേസിൽ ആ പോളിംഗ് സ്റ്റേഷനിൽ ആ ബൂത്തിലും കൂടി പോയിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് ഇത് സാറേ, അത് ഇതിൻ്റെ മൊത്തത്തിലുള്ള പ്രശ്നമാണ്. ഞങ്ങൾ ഈ കൂടിയ എല്ലാവർക്കും വോട്ട് ചെയ്യിപ്പിച്ചിട്ടേ ഞങ്ങൾ പോകുള്ളൂ. അപ്പോൾ അത് 100%. അപ്പോൾ അതിൻ്റെ ഇടയിൽ BJPയുടെ പ്രവർത്തകരാണ് സ്ഥാനാർത്ഥി ഇതിനകത്ത് വരാൻ പാടില്ല. ഞാൻ ചോദിക്കണ പോളിംഗ് ബൂത്തിന്റെ ഉള്ളിൽ അദ്ദേഹം കയറിയോ? ബൂത്തിന്റെ അകത്ത് കയറിയോ? അത് പോയി. സ്ഥാനാർത്ഥി കാൻഡിഡേറ്റ്സിനെ പോകാമെന്ന് വ്യവസ്ഥയുണ്ട്. അവർ പറയുന്നത് പ്രവർത്തകരും അതിന്റെ കൂടെ പോയി എന്നാണ് പറയുന്നത്. അല്ല, ആകെ പോയിരിക്കുന്നത് 2 കൗൺസിലേഴ്സാണ്, ഞാനും മൻസൂറും. ഞങ്ങൾക്ക് പോകാം, ഞങ്ങൾക്ക് പാസ് ഉണ്ട്. അങ്ങനെ പോയിട്ടില്ല. അല്ലാതെ പ്രവർത്തകരും പോയിട്ടില്ല. ഇയാൾ ആരോടും വോട്ടും ചോദിച്ചിട്ടില്ല, ക്യാൻവാസ് നടത്തിയിട്ടില്ല. അപ്പോൾ അവർ പ്രകോപിതരായിട്ട് എങ്ങനെ സ്ഥാനാർത്ഥി വരും? സരിൻ വന്നപ്പോൾ ഈ പ്രശ്നമില്ലല്ലോ. സരിൻ 1:30 ആകുമ്പോൾ അവിടെ വന്നു. അപ്പോൾ ഇയാൾ ബൂത്തൊക്കെ സന്ദർശിച്ചിട്ടില്ല. അപ്പോൾ ആ പ്രശ്നം ആർക്കുമില്ല. അപ്പോൾ ഇവർ തമ്മിലുള്ള ഡീല് പുറത്ത് വന്നതാണ്. ഇപ്പോൾ BJPയും CPMും തമ്മിലുള്ള കൂട്ടുകെട്ട് ഇപ്പോൾ ഇവിടെ പുറത്ത് പറയുന്നത്. നിങ്ങൾ കൂടുതൽ പ്രവർത്തകരെ എവിടേക്ക് വിളിച്ചു വരുത്തിയ ഒരു സംഘർഷാവസ്ഥ ഇവരുണ്ടാക്കിയപ്പോൾ അടുത്തുള്ള ബൂത്തുകാരൊക്കെ അവിടെ കൂടിയതേ. അല്ലാതെ മനഃപൂർവ്വം വിടുന്ന സംഘർഷാവസ്ഥ UDF. നിങ്ങളെ വോട്ടുകളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഒരു ആശങ്ക നിങ്ങൾക്കുണ്ടോ? വോട്ട് 100% ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു ഇപ്പോൾ ചെയ്യാൻ ക്യൂ നിൽക്കുന്നതൊക്കെ UDFൻ്റെ വോട്ടാണ്. അപ്പോൾ അതെങ്ങനെയെങ്കിലും പ്രശ്നം ഉണ്ടാക്കി അവർ പോളിംഗ് ശതമാനത്തിൽ ആൾക്കാരെ വരാതാക്കാനുള്ള ഒരു ഇതാണ് 2 കൂട്ടരും കൂടി ചെയ്തത്. അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം അദ്ദേഹം ഇവിടേക്ക് എത്തുന്ന സമയത്ത് ഉണ്ടായിരുന്ന കൗൺസിലറാണ്. അപ്പോൾ ഇരു ഭാഗത്തിൻ്റെയും വാദങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പോളിംഗ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ ഈ BJP പ്രവർത്തകർ അത് വോട്ട് ക്യാൻവാസ് ചെയ്യുകയായിരുന്നു എന്ന് അവർക്ക് സംശയം തോന്നുകയും തുടർന്ന് അതൊരു തർക്കത്തിലേക്ക് കാര്യങ്ങൾ മാറുകയായിരുന്നു എന്നുമാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. നഗരസഭയിലടക്കം വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് കോൺഗ്രസ് ഇത്തവണ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോഴാണ് ഇത്തരത്തിലുള്ള ചില തർക്കങ്ങൾ കൂടി ഉണ്ടാകുന്നത്. എന്തായാലും ഈ അവസാന മിനിറ്റുകളിലേക്ക് കടക്കുമ്പോൾ ഇപ്പോൾ 5:38 ആയി കഴിഞ്ഞു. ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ആ സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു തർക്കം രൂപപ്പെട്ടത്. കൂടുതൽ പോലീസ് സേന ഇവിടേക്ക് എത്തിച്ചുകൊണ്ടാണ് ആ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കാൻ കഴിഞ്ഞത്. അല്ലെങ്കിൽ ഈ റോഡിൽ തന്നെ വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. ഇപ്പോഴെന്തായാലും ആ പ്രശ്നങ്ങൾ പരിഹരിച്ചു കഴിഞ്ഞു. പോളിംഗ് വളരെ സമാധാനപരമായി പുരോഗമിക്കുകയാണ് ഈ 48 നമ്പർ ബൂത്തിൽ. എന്തായാലും ആ രീതിയിലുള്ള 2 വാദങ്ങളും നമ്മൾ കേട്ട് കഴിഞ്ഞു. കോൺഗ്രസ് പറയുന്നു അങ്ങനെയല്ല, അവിടെ ഉദ്യോഗസ്ഥരെ കാണാൻ, അവിടെ സംസാരിക്കാൻ വേണ്ടി പോയതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നു. അവിടെ ഈ സ്ലിപ്പ് അത് വളരെ സ്ലോ ആയിട്ട് മാത്രമേ വീഴുന്നുള്ളൂ മെഷീനിൽ എന്ന് പറയുന്നു. അതൊന്ന് സംസാരിക്കാൻ പോയതാണെന്ന് പറയുന്നു. അതിൽ BJP നേരത്തെ പറഞ്ഞല്ല, അത് വോട്ട് ക്യാൻവാസിംഗ് ആണെന്ന് പറയുന്നു. എന്താണ് CPM അല്ലെങ്കിൽ LDFന്റെ ഇതിലുള്ള പ്രതികരണം എന്നുകൂടി നമുക്ക് അറിയേണ്ടതുണ്ട്.